മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി സർക്കാർ ഏറ്റെടുത്ത നടപടിയിൽ ഇടപെടാനാകില്ല എന്ന് സുപ്രീം കോടതി. ഭൂമി ഏറ്റെടുക്കലിനെതിരെ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ആവശ്യങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഉന്നയിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതി വിധി ആശ്വാസകരമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി തടയണമെന്ന് ആവശ്യപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. മതിയായ നഷ്ടപരിഹാരം നൽകാതെ ഭൂമി ഏറ്റെടുക്കരുതെന്നാണ് ഹർജിയിലെ ആവശ്യം. ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തില്ലേ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. എന്നാൽ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റ് വാദിച്ചു. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഭൂമി ഏറ്റെടുത്തതെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഹർജി തള്ളിയ ജസ്റ്റിസ് ദിബാങ്കർ ദത്ത, ജസ്റ്റിസ് മൻമോഹൻ എന്നിവർ അടങ്ങിയ ബെഞ്ച് ആവശ്യങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഉന്നയിക്കാൻ നിർദ്ദേശിച്ചു. സുപ്രീം കോടതി വിധി ആശ്വാസകരമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി അതിവേഗം മുന്നോട്ടു പോകുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. വളരെ ആശ്വാസകരവും ആഹ്ലാദകരവുമായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭ്യമായിട്ടുള്ളത്. ഒരു പേടിയും ആളുകൾക്ക് ഇടയിൽ ഉണ്ടാകേണ്ട കാര്യമില്ല, ഒരാശങ്കയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട പ്രശ്നമില്ല. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 78.73 ഹെക്ടർ ഭൂമിയിൽ സർക്കാർ ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിച്ചിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് പുതുക്കിയ ന്യായവില പ്രകാരമുള്ള അധിക നഷ്ടപരിഹാരമായ 17.77 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചാണ് മാതൃകാ ടൗൺഷിപ്പിനുള്ള ഭൂമി സർക്കാർ ഏറ്റെടുത്തത്. 24 ഡൽഹി.